ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് കിച്ചൺ. ഇത് നമ്മൾ ഓവനും അതുപോലെ തന്നെ പപ്സ് ഷീറ്റും ഒന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ടുള്ള മുട്ട പപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ മൈദയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ നമ്മുടെ സ്പൂണ് വെച്ച് തന്നെ മിക്സ് ചെയ്യണം. സ്പൂണ് വെച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. കൈവച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. സോ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അന്നേരമായിരിക്കും പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റത്തുള്ളൂ. സോ നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് കുഴയ്ക്കാം. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം തന്നെ നമ്മൾ കൈവച്ച് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. അതാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. നമുക്കൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഈ മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ബൗളിൽ വെച്ചിട്ട് കുഴയ്ക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ ചെയ്യുമ്പം. കുറച്ച് എണ്ണയൊക്കെ കയ്യിൽ തടവുകയാണെങ്കിൽ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇനി നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ കൂട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതിപ്പം 8 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഈ ബോൾസ് ഇതിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചും വെച്ച് കൊടുക്കണം. തിരിച്ചിട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എണ്ണ പുരളുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ. അതിലേക്ക് നമ്മൾ 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് ഡാർക്കായിട്ട് നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ വഴറ്റണ്ട. നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇളക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക്, 2 ചെറിയ പച്ചമുളകാണ്. അതും കൂടെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട, കുറച്ച് എണ്ണ മാത്രം മതി. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആവശ്യമില്ല, ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 25-30 മിനിറ്റ് ആയി കാണും. ഞാൻ ഇതുപോലെ ബോൾസൊക്കെ എണ്ണയിലിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതിൻ്റെ കൂട്ട് നമ്മൾ കൈ വെച്ച് തന്നെ പരത്തി കൊടുക്കണം. നന്നായിട്ട് പരത്തണം, നല്ല നൈസായിട്ട് നല്ലതുപോലെ അങ്ങ് പരത്തി കൊടുക്കണം. എണ്ണ തേക്കേണ്ട കാര്യമില്ല, ഓൾറെഡി അതിൽ എണ്ണ ഉണ്ടായതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് എണ്ണയുടെ ആവശ്യമില്ല. നന്നായിട്ട് നമുക്ക് ഈ കൈ വെച്ചിട്ട് തന്നെ റോൾ വെച്ചിട്ടൊന്നും പരത്തേണ്ട കാര്യമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കാം. ഇനി ഇതുപോലൊന്ന് മടക്കി കൊടുക്കണം. 2-3 തവണ ഇതുപോലൊന്ന് മടക്കി പരത്തിയെടുക്കണം. വീണ്ടും ഒന്ന് സ്ക്വയർ ഷേപ്പിൽ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കണം. അതുപോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. ഒരുപാട് അങ്ങ് അമർത്തി പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കണം. അങ്ങനെ 2-3-4 തവണ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. ഒന്നും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇത്രയും മതി, നമുക്ക് റെഡിയാവും. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. 8 പപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കും ഓരോ സ്പൂണ് ഫില്ലിങ് വീതം വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു മുട്ടയുടെ പകുതി നമ്മൾ കട്ട് ചെയ്ത് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഫുള്ളായിട്ട് വെക്കാൻ പാടായിരിക്കും, അതുകൊണ്ട് പകുതി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ 2 മൂലയ്ക്കൊന്നും ഇതുപോലെ എടുത്തൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി കൊടുക്കണം. നമ്മുടെ പപ്സ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.
ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു അടച്ചുറപ്പുള്ളൊരു പാത്രം മതി കേട്ടോ. ഞാനിപ്പം ഇതുപോലൊരു ഗ്ലാസിൻ്റെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് പപ്സ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 45 മുതൽ ഒരു 55 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മുടെ പപ്സ് നല്ലതായിട്ട് ബേക്കായി വരും, നല്ല ബ്രൗൺ നിറമായിട്ട് വരും. നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അത്രയും സമയം ബേക്ക് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ മുട്ട പപ്സ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട പപ്സ് റെഡിയാവും. ഇപ്പം എന്തേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട പപ്സ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് നമ്മുടെ ഈ പപ്സിനും കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.